ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി രാവിലെ. വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ ഇതേ റോഡിൻ്റെ നടുക്ക് നിന്ന് റോഡിൽ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഇൻട്രോ എടുത്തില്ലെന്ന് ഇന്നത്തെ വ്ളോഗിൻ്റെ. സോ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. കുറേ നേരം ഈ റോഡിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. എടുക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. Hi guys, how are you guys? അപ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ വീട് ക്ലീനിങ് പരിപാടി തുടങ്ങണം. വീടിൻ്റെ പരുവം ആകെ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ആ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കി. ഇവിടെ എല്ലാം തൂത്തു. ഓരോന്നിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹലോ ഗൈസ്, അപ്പം രാത്രി 7 മണിയായി. ഇപ്പോഴാണ് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞത്. എൻ്റെ നടു ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒടിഞ്ഞു. ഫുൾ പണി തീർത്തു. തുടച്ച് തൂത്ത് വൃത്തിയാക്കി. 3 ബാത്റൂം കഴുകി. ഇവിടെ കിടന്ന ബെഡ്ഷീറ്റ് ഫുള്ള് കഴുകിയിട്ടു. ഡോറൊക്കെ അടച്ചു കേട്ടോ, അതുകൊണ്ട് കാണിക്കാത്ത. ഞാൻ വൃത്തിയാക്കിയതൊന്ന് കാണിച്ചു തരാം. നടുവേദന എടുത്തിട്ട് വയ്യ. കണ്ടോ, ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കി നമ്മൾ. വൃത്തിയാക്കി. അല്ലെങ്കിൽ ആ ഡോറ് തുറക്കണം. കാരണം എൻ്റെ തല ഇട്ടേക്കുന്ന തോർത്ത് എനിക്കവിടെ വിരിച്ചിടാനുള്ളതാണ്. വേറെ അങ്ങ് വിരിച്ചിട സ്ഥലം കണ്ടോ. ഇവിടെ എല്ലാം തൂത്ത് ഞാൻ വൃത്തിയാക്കി. ഇന്നലെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വല്ല ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടൈം കിട്ടണ്ടേ. അടുത്ത ആഴ്ചയാണെന്ന് തോന്നുന്നത്. December 1 എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഈ വർഷം ആഘോഷിക്കുന്നൊന്നുമില്ല. എൻ്റെ 25ാമത്തെ ബർത്ത്ഡേ. ഈ പ്ലാനിങ് ആയിരുന്നു എനിക്ക് 25ാമത്തെ ബർത്ത്ഡേ അടിച്ച് പിടിക്കണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ നോ മണി, ജോലിയില്ല. സോ പിന്നെ മണിയില്ലാത്തതിൻ്റെ ഒന്നുമല്ല, അത്തായി ഇല്ലല്ലോ. അത്ത മരിച്ചു. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനും കാക്കും വിചാരിച്ചു കാക്കുവിൻ്റെ എൻ്റെയും ഇത്തവണത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്ന്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താണെന്നറിയില്ല. സോ നമുക്ക് ഇറങ്ങാം. ഞങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ഷവർ ജെല്ല്, ഷാമ്പു, പിന്നെ ഞാൻ നമസ്കരിക്കുന്ന തുണിയത്. അത് അവിടെ ഇല്ലാത്തത് കാരണം ഞാൻ എന്തൊക്കെ ഷോളൊക്കെ വെച്ചിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ഫയൽ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് വെക്കണം, അല്ലാതെ ഫുള്ളി ചുളുങ്ങി പപ്പടമായി പോവും. അപ്പോൾ ഗൈസ് ഫുള്ള് നമ്മൾ വൃത്തിയാക്കി. കണ്ടോ, ഇവിടെ ഞാൻ ഷീറ്റൊക്കെ എടുത്തിട്ടു. മൊത്തം തുടച്ച് ക്ലീനാക്കി നമ്മൾ ഇറങ്ങാൻ പോവാണ്. 7:15 നല്ല ലേറ്റായി. അപ്പം നമുക്ക് ഇറങ്ങണം. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് അവിടെ വരെ ഒന്ന് പോകണം. ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. സോ ബൈ. വേസ്റ്റ് കുറച്ച് കത്തിക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. ബൈ. ഇത്രയും വേസ്റ്റ് ഉണ്ട് കത്തിക്കാൻ. അതെല്ലാം കത്തിക്കാൻ ഇട്ടിട്ട് വരാം കേട്ടോ. അറിയത്തില്ല. എടാ, നാളെയാണോ കല്യാണോ?
ഇതാരുണ്ടാക്കിയതാ? ഓ സിയൂണിന്റെ സ്റ്റാഫ് ഉണ്ടാക്കിയതാണോ? നൈസ്. ഇനി ഇതിനകത്ത് ടയറൊക്കെ സെറ്റ് ആക്കുവോ? കൊള്ളാം കൊള്ളാം, സെറ്റ്. ഇനിയുണ്ടോ? കൊള്ളാം, ബുദ്ധിമാന. ബർഗർ കടയിലെ ചിക്കൻസ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിന് ശേഷം നമ്മൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ മറന്നുപോയി. ഇന്നലെ ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് വിശപ്പ് കാരണം അത് തിന്ന് തിരക്കിലായി. അപ്പോൾ ഞങ്ങൾ രാത്രി വന്ന് കുറച്ചു നേരം ബുക്കൊക്കെ വായിച്ചു. ഞാനിപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. കുറച്ച് ഒരു 2-3 പേജ് മേടിച്ചിട്ട് ഇത് വായിച്ച് ഇന്നലെ ഉറങ്ങിപ്പോയി. എൻ്റെ ഫോണിൽ ചാർജ് ഒന്നും കയറുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. അലിക്കുട്ടനും എൻ്റെ കൂടെ ഉണ്ട്. അലിക്കുട്ടന് ഫുൾ ടൈം ബോറടിയാണ് അവൻ. അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്ന് കുറച്ചതേ ഇങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു അവൻ. കണ്ടോ? ധാരാടാ ഒന്നുകൂടെ പറഞ്ഞേ. അവന് ഫുൾ ടൈം ബോറടിയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഓരോ പരിപാടികൾ. രാവിലെ TV വെച്ച് കൊടുത്തപ്പോൾ ബോറടി, ഫോൺ വെച്ച് കൊടുത്തപ്പോൾ ബോറടി. ഇപ്പോൾ അവൻ പറയുമ്പോൾ അവന് കണക്ക് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ കാണിച്ചത്. കണ്ടോ? അവൻ പറഞ്ഞു അവന് കണക്കുകൾ ഇട്ട് കൊടുക്കണം എന്ന്. അങ്ങനെ അവൻ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്ത് അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് ഇപ്പോഴാണ് അവൻ്റെ ബോറടി മാറിയെന്ന് തോന്നുന്നു. ബോറടി മാറിയോടാ? നല്ല രസമുണ്ടോ? അപ്പോൾ അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വെയിലൊക്കെ ഉള്ളത് കാരണം നമ്മൾ തുണി ഉണക്കാൻ വേണ്ടിയൊക്കെ ഇട്ട്. നല്ല 2 ദിവസമായിട്ട് മഴയായിരുന്നു. വാടാ അലിക്കുട്ടാ. ആ കുട്ടി പൈസ തരണ്ടേ? പൈസ സാലറി വരണം. യാ എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ പടം വരയ്ക്കുകയാണ് ഗൈസ്. രാമിയും പടം വരയ്ക്കുകയാണ് ഗൈസ്. മാഷ്മലോ വരയ്ക്കുക. എന്റെ പേരെന്തോ? ഇതാണ് കക്കാശി. ഇത് മുത്തശ്ശി. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് അതിൻ്റെ ബാറ്റർ. ഈ പാത്രത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എണ്ണ കുറച്ച് എടുത്തിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. നോക്കാം നമുക്ക്. Yes, of course. ഗൈസ് കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഞാൻ ചുമ്മാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ശ്വാസം ഇങ്ങനെ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. സൺഡേ പഠിപ്പിച്ചു വിട്ടത് ഇതുവരെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ ഈ അണപ്പവും വേദനയൊക്കെ നിൽക്കത്തുള്ളൂ. ഇപ്പം ഇന്ന് ബുധനാഴ്ചയാണ്. 3 ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എല്ലാം ബാക്ക് ടു നോർമലാക്കി എടുക്കണം.
എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കുരുവൊക്കെ വന്നു ഗൈസ്. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു, ശ്വാസം കിട്ടുന്നില്ല. ഇനിയിപ്പം രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അങ്ങനെ അപ്പോൾ പോയി ചായയൊക്കെ ഇടണം. ഇന്ന് ഒരു 12:30-1 മണിയായപ്പോഴാണ് വെയിലൊക്കെ വന്നേ. ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തുണിയെല്ലാം വെളിയിലെടുത്തിട്ട് ഞാൻ വെളിയിൽ ഇടുന്നില്ലെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇടണം, എന്നാലേ ഉണങ്ങുള്ളൂ. അപ്പോൾ ബൈ. ഞാൻ വീഡിയോ തോളിലോ അല്ല യാര് എനിക്കറിയാം. ആ കുട്ടി എൻ്റെ അടുത്ത് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ വേണം. അച്ചുവൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ഇടും.